ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരമുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ നല്ല അടിപൊളി സോഫ്റ്റ് ആയിട്ടുള്ളൊരു പഴംപൊരി ഉണ്ടാക്കുന്ന ഒരു റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ വീട്ടിൽ തന്നെ നമുക്ക് ബേക്കിംഗ് പൗഡറോ ബേക്കിംഗ് സോഡയോ ഒന്നും ഇല്ലാണ്ട് നമുക്ക് സോഫ്റ്റായിട്ട് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ 1 കപ്പ് മൈദ എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ ഒരു 1/2 ടീസ്പൂൺ ഉപ്പ്, ഒരു 2 ടീസ്പൂൺ പഞ്ചസാര ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഞാൻ മാവ് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതൊരു 10 മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അതാണ് മെയിനായിട്ട് വേണ്ടത്. 10 മിനിറ്റ് അടച്ച് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. അതിനുശേഷം എണ്ണ ചൂടായതിന് ശേഷം നമുക്ക് ബനാന, നമ്മളെ നല്ല പഴുത്ത നേന്ത്രപ്പഴം നോക്കി ഇങ്ങനെ മാവിൽ മുക്കുക, ഇങ്ങനെ ഇട്ട് കൊടുക്കുക. നമുക്ക് വീട്ടിൽ നിന്നെല്ലാം ആക്കുമ്പോൾ ചെറുതായിട്ട് നേന്ത്രപ്പഴം നേരെ നടുവ് മുറിച്ച്, പിന്നെ അതൊരു നടുക്കെ മുറിച്ചത് 4 പീസാക്കിയിട്ടാണ് ഞങ്ങളിലാക്കില്ല. അപ്പോൾ അങ്ങനെയാണ് എണ്ണ കുറച്ച് എടുക്കേണ്ടതുള്ളൂ. അപ്പോൾ അങ്ങനെ നമുക്ക് നല്ല അടിപൊളിയായിട്ട് പഴംപൊരി ഉണ്ടാക്കിയെടുക്കാം. കണ്ട നല്ല സോഫ്റ്റ് ആയിട്ടുള്ളതാണ്. നമുക്ക് നല്ല പൊങ്ങി വന്നിട്ടുണ്ട്. ഇതിൽ സോഡാപ്പൊടിയോ അതുപോലെ തന്നെ ഇതൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. നമുക്ക് പഞ്ചസാരയും ഇതിട്ട് തന്നെ ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. ഇതാണ് മെയിനായിട്ടുള്ള ഇതിൻ്റെ ഒരു ടിപ്പ്. അപ്പോൾ നമ്മുടെ പഴംപൊരി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.